പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ.എം. മാണിക്കെതിരായ കോഴ ആരോപണത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിന്റെ ഒരു കത്ത് കിട്ടിയാൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് യാതൊരു മടിയുമില്ല. അത് നിയമപരമായ നടപടികളുമായിട്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും. വിഷയത്തിൽ ടി.എൻ. പ്രതാപൻ എം.എൽ.എയെയും രമേശ് ചെന്നിത്തല വിമർശിച്ചു. പ്രതാപനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ്. പക്ഷെ പ്രതാപൻ സ്വയം ഒറ്റപ്പെടാതെ നോക്കിയാൽ മാത്രം മതി. ഇതൊരു പാർട്ടിയാണെന്നും ഒരു ഗവൺമെന്റ് ഉണ്ടെന്നും ഒക്കെ എല്ലാവരും ഓർക്കണം. എന്നാൽ വിജിലൻസ് അന്വേഷണം നിയമപരമായ നടപടി മാത്രമാണെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. നിയമപരമായിട്ടുള്ള നടപടിയാണ്. ആഭ്യന്തരമന്ത്രി അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള നടപടി എപ്പോഴും സ്വീകരിക്കും. അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക എന്നുള്ളതാണ്. വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി ചീഫ് വിപ്പ് പി.സി. ജോർജ് പ്രതികരിച്ചു. സ്വാഗതമാണ്, സംശയമുണ്ടോ? കാരണം കൂടാതെയുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ആ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കിടന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധത്തിൽ അന്വേഷണം വേണമെന്ന് അന്നേരം തീരുമാനിച്ചാൽ മതി. സംഭവത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരാൻ CBI അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. നിരവധി അഴിമതികളിലെ പ്രതിയായിട്ടുള്ള, കോടതികൾ നല്ലപോലെ കശക്കിയിട്ടുള്ള അഴിമതി വീരനാണ് ഈ അഴിമതിയെപ്പറ്റി എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആരാ? സുപ്രീം കോടതിയുടെ മുകളിലുള്ള ആളാണോ ഇദ്ദേഹം? വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.